രഘുവേട്ടനൊരു ചായ എടുക്കട്ടെ? വേണ്ട വേണ്ട, ഇപ്പൊ വേണ്ട. രഘുവേട്ടൻ ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ചായ ഒന്നും കുടിക്കില്ല ചീര ചേച്ചി. നീ ഇവിടെ ഇരിക്ക. എന്താ ചീരു, വിനയം വീണ്ടും പഴയ സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങിയോ? അതൊക്കെ എപ്പോഴേ പുറത്തെടുക്കാൻ തുടങ്ങി രഘുവേട്ട. ഞാൻ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന് കരുതി പിടിച്ചു നിൽക്കായിരുന്നു. ആ പിടിയും വിട്ടുപോയാ പിന്നെ എന്ത് ചെയ്യും? അവനെ നല്ല അടികൊള്ളാത്തന്റെ അല്ല, എന്താ ഇപ്പൊ പുതിയ പ്രശ്നം? അനുവിന്റെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങി പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ പോവാണെന്നാണല്ലോ കേട്ടത്. അതൊക്കെ വേണ്ടെന്ന് വെച്ചോ? വേണ്ടെന്ന് വെച്ചതല്ല, ഒന്നും നടന്നില്ല. അതെന്തുപറ്റി? പണം തന്നില്ലേ? അപ്പോ രഘുവേട്ടനൊന്നും അറിഞ്ഞില്ല അല്ലേ? അറിഞ്ഞെങ്കിൽ ചോദിക്കോ? നീ പറ ചീരു. അത് രഘുവേട്ട, തറവാട്ടിൽ നിന്ന് നമുക്ക് തന്നത് തീരെ മാറ്റു കുറഞ്ഞ സ്വർണ്ണായിരുന്നു. അവസാന നിമിഷം ലംബോദരൻ അങ്കിൾ അത് അറിയും. മകളുടെ സ്വർണം പണയം വെച്ച് ഞങ്ങളെ സഹായിക്കണം എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പെട്ടെന്ന് അദ്ദേഹം പിന്തിരിയുകയും ചെയ്തു. ഒരുപാട് ആഗ്രഹിച്ച കാര്യം നടക്കില്ലെന്നായപ്പോ അയാൾക്ക് വീണ്ടും ഭ്രാന്തായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. തറവാട്ടിൽ നിന്ന് കിട്ടിയ സ്വർണത്തിന് മാറ്റു കുറവാണെന്ന് കണ്ടുപിടിച്ചത് ഞാനാ. നമ്മളൊക്കെ എന്ത് മണ്ടന്മാരാ. ശബരിയേട്ടൻ അളിയൻ ആ സ്വർണം കണ്ടപ്പോഴേ പറഞ്ഞു ആ സ്വർണത്തിന് മാറ്റു കുറവാണെന്ന്. ഇവിടെ പണയം എടുക്കാൻ വന്ന സ്വർണ്ണപ്പണിക്കാർക്ക് പോലും അത് മനസ്സിലായില്ല. അതിനവർ തൂക്കൊടുത്തല്ലേ ഉള്ളൂ, മാറ്റൊന്നും ഉരച്ചു നോക്കിയില്ലല്ലോ. അതിനുമുമ്പ് ഇവിടെ തർക്കം തുടങ്ങിയില്ലേ? എന്തായാലും സ്വർണം വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്താ കുടുംബം തെറ്റിപ്പിരിയുമെന്ന് തമ്പായി പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോഴെനിക്ക് മനസ്സിലായി. വല്ലാത്ത ചതിയായിപ്പോയി രഘുവേട്ട. മുത്തശ്ശിയും കുഞ്ഞമ്മയും തിരിച്ചു വന്നാ നമുക്കത് ചോദിക്കണം. അതിനവർ തിരിച്ചു വന്നാലല്ലേ? മിക്കവാറും അവർ ചെന്നൈയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോകാൻ സാധ്യത. വന്നാല് രഘുവേട്ടൻ ചോദിക്കാൻ വരില്ലെന്ന് ഞങ്ങൾക്കറിയാം. അമ്പിളി ചേച്ചി മൂക്ക് കയറിട്ട് പിടിച്ചു വെച്ചിരിക്കല്ലേ. ഞങ്ങളോട് സംസാരിക്കുന്ന വിലക്കാത്തത് ഭാഗ്യം. മതിതേ, നീ എല്ലാരും അളക്കും പോലെ എന്നെ അളക്കണ്ട. ചിരു, നീ ബാക്കി പറ. അമ്മാവും വിനയന്റെ വീട്ടിൽ നിന്ന് നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ മാത്രം അവിടെ എന്താ സംഭവിച്ചത്? അച്ഛൻ എന്നെ തിരിച്ചു കൊണ്ടുവന്നതല്ല രഘുവേട്ട. അതിനു മുന്നേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. സത്യ, ചിരു, ഓടല്ലേ? ചിരു, ചിരു. കുഞ്ഞുങ്ങള് എന്റെ മകനെ എന്റെ അടുത്ത് എത്തിക്കുന്നവരെ നിന്റെ രണ്ട് മക്കളും എന്റെ കസ്റ്റഡിയിലാ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരു കാര്യം പോലും അമ്മാവൻ എന്നെ വിളിച്ചു പറഞ്ഞില്ലല്ലോ. ഞാനുണ്ടായിരുന്നെങ്കിലേ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മളവിടെ നിന്ന് വരുമായിരുന്നുള്ളൂ ചീരു. അയാൾ ഇങ്ങനെ ഭ്രാന്ത് കാണിക്കുമ്പോ എന്ത് ചെയ്യാൻ പറ്റും രഘുവേട്ട? എന്റെ മക്കളുടെ ജീവൻ കൂടെ നമ്മൾ നോക്കണ്ടേ? അവൻ മക്കളെ ഒരു ചുക്കം ചെയ്യില്ല ചീരു. വിനയൻ എങ്ങനെ പൂട്ടിക്കെട്ടേണ്ടെന്ന് എനിക്കറിയാം. ഒരിക്കൽ ആർച്ചമോളെ കാണാതെ കേസിൽ നിന്ന് ഞാൻ അവനെ രക്ഷിച്ചതാ. ഇനി അവനോട് ഒരു ഔദാര്യവും ഇല്ല. വേണ്ടി വന്ന അന്ന് കുഞ്ഞിനെ തട്ടിക്കൊണ്ടോ കൂട്ടുന്ന കേസിൽ കൂടി ഞാൻ അവനെ പൂട്ടിക്കും. രഘുവേട്ടൻ എന്താ പറഞ്ഞേ? ആർച്ചമോളെ പണ്ട് ആരോ തട്ടിക്കൊണ്ടു പോയതിന്റെ പിന്നിൽ അയാളും ഉണ്ടായിരുന്നോ? പറ രഘുവേട്ടാ.
ആ അത് ശരി. രഘുവേട്ടൻ ഇവിടെ വന്ന് നിന്ന് കഥ കേൾക്കായിരുന്നോ? ഇതുവരെ കുളിച്ചില്ലേ? ഞാൻ ആ വണ്ടി കഴുകി കഴിഞ്ഞല്ലോ. അല്ല അമ്പിളി, ഞാൻ ചിരുവിനോട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചതാ. അവിടെ നടന്നൊന്നും നീ അറിഞ്ഞില്ല അമ്പിളി? ആ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്ന് കേട്ടതല്ലാതെ എനിക്ക് വിശദമായിട്ടൊന്നും അറിയില്ല. ആ ഞാൻ ആരോടൊന്നും ചോദിച്ചിട്ടുമില്ല, എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല. നമ്മൾ എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാൻ പോകുന്നേ? ആ രഘുവേട്ടനില്ലെങ്കിലും അച്ഛനെല്ലാം ചെയ്യുമെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? അത് മതി. ആ രഘുവേട്ടൻ പോയി കുളിച്ചേ, അപ്പോഴേക്കും ഞാൻ പോയി ചായ എടുക്കാം. എന്താ നോക്കി നിൽക്കുന്നേ? ചെല്ല്, ചെല്ല് രഘുവേട്ടാ, ചെല്ലാൻ. ഓ ഞാൻ അങ്ങോട്ട് പോവാന്ന് നടക്ക്, പറഞ്ഞില്ലേ? ചെല്ലാൻ പറഞ്ഞില്ലേ? ഓ. നടക്ക്.